ദൈവത്തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന ഏവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം. ജോഷുവയുടെ പുസ്തകം 12-ാം അധ്യായം നമ്മളിന്ന് വായിക്കുന്നു. വളരെ ചെറിയ ഒരു അധ്യായമാണ് 12-ാം അധ്യായം. ഈ 12-ാം അധ്യായത്തിലെ പ്രതിപാദ്യ വിഷയം എന്ന് പറയുന്നത് ഇസ്രായേൽ ജനം അവരുടെ മരുഭൂമി യാത്രയിൽ കീഴടക്കിയ രാജ്യങ്ങളെയും രാജാക്കന്മാരെയും കുറിച്ചുള്ള ഒരു വിവരണം മാത്രമാണ്. ഈ മരുഭൂമി യാത്രയിൽ കനാൻ ദേശം സ്വന്തമാക്കാൻ വേണ്ടി 31 പേരോട് അവർ യുദ്ധം ചെയ്യേണ്ടി വന്നു. 31 രാജാക്കന്മാരെ അവർക്ക് കീഴ്പ്പെടുത്തേണ്ടതായി വന്നു. നമുക്ക് പുതിയ നിയമത്തിൽ ഇന്ന് യുദ്ധം ചെയ്ത് കിടക്കുവാനുള്ളത് ഭൂപ്രദേശങ്ങളോ ഭൂമിയിലുള്ള മനുഷ്യരെയോ രാജാക്കന്മാരെയോ അല്ല. പൗലോസ്ലീഹ പറയുന്നത് നമുക്ക് ശത്രുതയുള്ളത് ജഡരക്തങ്ങളോടല്ല, മനുഷ്യനോടല്ല, വാഴ്ചകളോട്, അധികാരങ്ങളോട്, അന്തരീക്ഷം പതിരിക്കുന്ന ആ ദുഷ്ടാത്മസേനയോടാണ്, എന്ന് പറഞ്ഞാൽ പിശാചിനോടാണ്. നമ്മുടെ ജീവിതത്തിൽ എത്ര പ്രാവശ്യം പൈശാചിക പ്രലോഭനങ്ങളെ നമുക്ക് അതിജീവിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതൊരു രാജ്യത്തെ കീഴടക്കുന്നതിന് തുല്യമാണ് ഓരോ പ്രലോഭനങ്ങളെയും നമ്മൾ കീഴടക്കുക എന്നുള്ളത്. ആ സമയത്ത് പാപത്തോട് നമ്മൾ സഖ്യത കൂടിയോ അതോ ദൈവികമായ ശക്തിയാൽ അതിനെ അതിജീവിച്ചുവോ? ഒരേ സമയത്ത് പാപത്തിലും ദൈവത്തിലും ആശ്രയിച്ചുകൊണ്ട് കാലുവെച്ചുകൊണ്ടുള്ള മുന്നോട്ടുള്ള യാത്ര അത് അധിക ദൂരം മുന്നോട്ട് പോകാനാവില്ല. മലയാള ഭാഷയുടെ ചൊല്ലുണ്ട്, ഇരുവഞ്ചിയിൽ കാലുവെക്കരുത്. ഇരുവഞ്ചിയിൽ കാലുവെച്ചുകൊണ്ട് അധിക ദൂരം നമുക്ക് സഞ്ചരിക്കാനാവില്ല, നമ്മൾ വീണുപോകും. ഒന്നുകിൽ ദൈവത്തിൻ്റെ കൂടെ അല്ലെങ്കിൽ പാപത്തിൻ്റെ കൂടെ. എന്നാൽ പലപ്പോഴും പാപത്തോട് സഖ്യത ചേരുന്ന ഒരു മനോഭാവമാണ് നമുക്ക് ഉണ്ടായിട്ടുള്ളത്. അതിൽ നിന്ന് വ്യത്യസ്തമായി ഈ 31 രാജ്യങ്ങളെ യോശുവയും ഇസ്രായേൽ ജനം കീഴടക്കിയതുപോലെ അനേകായിരം പ്രലോഭനങ്ങളെ ഓരോ ദിവസവും നമുക്ക് നേരിടേണ്ടി വരും. അതിനെ നമ്മൾ ജയിക്കുമ്പോഴാണ് നമ്മൾ ജയിച്ചു എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ ഒരു ഭക്തൻ, വിശ്വാസി എന്ന് പറയാൻ നമുക്ക് സാധിക്കുന്നത്. ഗലാത്യ ലേഖനം 5:17 പറയുന്നു, നമുക്ക് വാസ്തവത്തിൽ ഈ ശത്രുത എന്ന് പറയുന്നത് ജഡാഭിലാഷങ്ങളാണ്. ജഡാഭിലാഷങ്ങൾ ആത്മാവിനെതിരാണ്, ആത്മാവിൻ്റെ അഭിലാഷങ്ങൾ ജഡത്തിനുമെതിരാണ്. അതിൻ്റെ 19 മുതലുള്ള വാക്യങ്ങളിൽ ജഡത്തിൻ്റെ ചില സ്വഭാവങ്ങളെ, പ്രവൃത്തികളെക്കുറിച്ച് പൗലോസ്ലീഹ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ടല്ലോ. വ്യഭിചാരം, അശുദ്ധി, ദുർമോഹം, വിഗ്രഹാരാധന, ആഭിചാരം, ശത്രുത, കലഹം, അസൂയ, കോപം, മത്സരം, ഭിന്നത, വിഭാഗീയ ചിന്തകൾ, വിദ്വേഷം, മദ്യപാനം, മധുരോത്സവം അഥവാ വെറിക്കൂത്ത്, ഇങ്ങനെ 15 കാര്യങ്ങൾ അവിടെ എണ്ണി പറയുന്നുണ്ട്. ഇതിൽ വ്യഭിചാരം എന്ന് പറയുന്നത് മറ്റ് പരസ്ത്രീ അല്ലെങ്കിൽ പരപുരുഷ ബന്ധം മാത്രമല്ല. അത് ദുർമോഹം നമ്മിലുണ്ടായാലും അത് വ്യഭിചാരത്തിന് അത് തുല്യമാണ്. അത് ആ ശാരീരിക തലത്തിൽ മാത്രമല്ല, മാനസികവും ആത്മീയവുമായ എല്ലാ തലങ്ങളിലും അതുണ്ട്. ഇസ്രായേൽ കന്യക പരസംഗം ചെയ്തുവെന്ന് പ്രവാചകന്മാർ വിളിച്ചു പറഞ്ഞത് യഹോവയെ ഉപേക്ഷിച്ച് മറ്റു ദൈവങ്ങളുടെ പിന്നാലെ പോയപ്പോഴാണ്. അപ്പോൾ ഇങ്ങനെയുള്ളതായ ജഡത്തിൻ്റേതായ ഇച്ഛകൾ നമ്മിൽ ഇപ്പോഴും വാഴുന്നുവെങ്കിൽ നമ്മൾ വാസ്തവത്തിൽ പിശാചിനോട് ചേർന്ന് ജീവിക്കുന്നുവെന്നാണ് അർത്ഥം. എന്നാൽ ആത്മാവിൻ്റെ ഫലങ്ങളെക്കുറിച്ച് അതിൻ്റെ 22 മുതൽ വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട്. സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, സൗമ്യത, ഇന്ദ്രിയജയം. അങ്ങനെ 9 കാര്യങ്ങളെക്കുറിച്ച് അവിടെ പറയുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് വലിയ നോമ്പിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. ഈ ദിവസങ്ങളിൽ ഇതിൽ ഏത് ഫലങ്ങളാണ് നമ്മൾ കൂടുതലായി ഉണ്ടാവുക? ജഡത്തിൻ്റെ അഭിലാഷങ്ങളെയൊക്കെ നമ്മൾ ഇല്ലാതാക്കി ഭക്ഷണപദാർത്ഥങ്ങൾ പോലും, ശരീരം ഇഷ്ടപ്പെടുന്ന ഭക്ഷണപദാർത്ഥം പോലും വേണ്ടെന്ന് വെച്ച്
നമ്മളെല്ലാം ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. എന്തിനാണ്? ആത്മാവിൻ്റെ ഫലങ്ങൾ നമ്മൾ ബലപ്പെടുവാനാണ്, ശക്തി പ്രാപിക്കുവാനാണ്. ജോഷുവായും ഇസ്രായേൽ ജനവും ഈ ഭൂമിയിലുള്ള രാജാക്കന്മാരെയും രാജ്യങ്ങളെയും ഒക്കെ കീഴടക്കിയതുപോലെ പുതിയ നിയമത്തിൽ നമുക്ക് ജഡത്തിൻ്റെ അഭിലാഷങ്ങളെ കീഴടക്കുവാൻ സാധിക്കണം. എന്നിട്ട് ആത്മാവിൻ്റെ ഫലങ്ങൾ നമ്മിലുണ്ടാവണം. നോമ്പിൻ്റെ പ്രാർത്ഥനകളും നോമ്പിലെ എല്ലാ ശുശ്രൂഷകളും അതിന് നമ്മെ സഹായിക്കണം. വേദപുസ്തക വായന അപ്രകാരമുള്ള ഒരു വലിയ ശക്തി നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിതൊക്കെ വായിക്കുക. അത് വലിയ വെളിച്ചമാണെന്ന് നമുക്കറിയാം. ജഡത്തിൻ്റെ പ്രവൃത്തികളൊക്കെ അന്ധകാരത്തെയാണ് സൂചിപ്പിക്കുന്നതെങ്കിൽ ആത്മാവിൻ്റെ ഫലങ്ങൾ പ്രകാശത്തെയാണ് സൂചിപ്പിക്കുന്നത്. അങ്ങനെ ആത്മഫലങ്ങളുള്ളവരായി ജീവിക്കുവാൻ ദൈവമേ, പരിശുദ്ധാത്മാവെ ശക്തീകരിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതിനുവേണ്ടി നമുക്ക് ശ്രമിക്കാം. ഈ നോമ്പിന് ദിവസങ്ങൾ സർവശക്തനായ ദൈവം അതിന് നമ്മെ സഹായിക്കുമാറാകട്ടെ.